നമസ്കാരം. തുടരും എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരുന്നേ ഉള്ളൂ. കുറച്ച് നാളുകളായിട്ട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സിനിമകളുടെയൊക്കെ റിവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അതിലേക്ക് ഇനിഷ്യേറ്റീവ് എടുത്തില്ല. ഈ എമ്പുരാൻ മുതൽ ഇങ്ങോട്ട് കുറച്ച് സിനിമകൾ വന്നതിന് ശേഷം ജിങ്കാന മാത്രമാണ് എനിക്ക് മനസ്സുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട, ചിരിച്ചിട്ടുള്ള ഒരു സിനിമ. മരണമാസം വലിയ കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന സിനിമകളൊക്കെ തട്ടിയുറപ്പൻ സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ അതിൽ നിന്നും ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയണം, ഈ സിനിമയെക്കുറിച്ച് 10 പേര് അറിയണം, ഈ സിനിമ ആൾക്കാർ പോയി കാണണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയ ഒരേ ഒരു സിനിമ തുടരും എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ്. മോഹൻലാൽ, ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ. ഈ സിനിമ എന്തുകൊണ്ട് തുടരും, എന്തുകൊണ്ട് ഈ സിനിമ നിങ്ങൾ കാണണം എന്നുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോ മൊത്തത്തിൽ കാണാനായിട്ട് ആഗ്രഹമില്ലാത്ത ആൾക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് 2 മണിക്കൂർ 46 മിനിറ്റ് വളരെ തൃപ്തികരമായിട്ട് പോയിട്ട് ഒരു ഫാമിലി ആയിട്ട് പോയിരുന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു കിടില സിനിമ. സോ പടം കണ്ടിറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും നമ്മൾക്ക് പൈസ നഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സിനിമ. തുടരും എന്ന് പറയുന്ന സിനിമ ഫാമിലി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമ തന്നെയാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് തുടരും. ഓപ്പറേഷൻ ജാവ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് സങ്കടം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി വെള്ളക്ക കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ സങ്കടം വന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണോ ഈ ഒരു സിനിമ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, അതായത് തരുൺ മൂർത്തി ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ വേറെ ഒരു തലത്തിലുള്ള ഒരു സാധനമാണ് ഇതിൻ്റെ അകത്ത് പുള്ളി കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ജോണറും കൂടെ ഇതിൻ്റെ അകത്ത് ടച്ച് ചെയ്തു പോകുന്നുണ്ട്. പടം ആദ്യം തുടങ്ങുമ്പോഴത്തേക്കിന് സാധാരണഗതിയിലാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് ഒരു ത്രില്ലർ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും, എന്നാൽ ദൃശ്യം പോലുള്ള സിനിമകളോട് ഒരിക്കലും താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ലാത്ത രീതിയിൽ, അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക് ഈ പടത്തെ മോഡിഫൈ ചെയ്തുകൊണ്ട് വരാനായിട്ട്, എന്നാൽ കുറച്ച് മാറിക്കഴിഞ്ഞാൽ ദൃശ്യം സിനിമയുടെ പല പാറ്റേൺസും ഇതിൻ്റെ അകത്ത് കയറിപ്പോകുന്നുള്ളതുകൊണ്ടും വളരെ ശ്രദ്ധാപൂർവ്വമാണ് ഈ ഒരു സിനിമ തരുൺ മൂർത്തി ഈ ഒരു പടം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അതിന് തന്നെ അദ്ദേഹത്തിന് നല്ലൊരു കൈയടി കൊടുക്കേണ്ടതുണ്ട്. ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ലാലേട്ടൻ എന്ന് പറയുന്ന ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന മോഹൻലാൽ നമുക്ക് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ പറ്റും, നമ്മുടെ ലാലേട്ടൻ നമ്മുടെ അഹങ്കാരം തന്നെയാണ്. ഈ ഒരു സിനിമയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ തന്മാത്രയ്ക്ക് ശേഷമാണ്, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും ഇമോഷണലി കണക്റ്റ് ആകുന്ന കുറച്ച് സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. ഒരു സമയത്ത് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു, മോഹൻലാൽ താടി പഠിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസിൽ വലിയ എക്സ്പ്രഷൻസ് ഒന്നും വരാനില്ല എന്ന്. ഈ സിനിമ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ലാലേട്ടൻ എന്ന് പറയുന്ന, മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് മനുഷ്യനെ ഇമോഷണലി ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. അതുപോലെ തന്നെ അദ്ദേഹം നല്ല ഫൈറ്റ് സീക്വൻസ്, നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസ്, കോമഡി എലമെൻറ്റ്സ് ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വീടിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പറയുന്നത്, വീടുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കഥയാണ് പറഞ്ഞു പോകുന്നത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു നാട്ടിൽ ചെന്ന് ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ ആ ഒരു കാര്യത്തിലൊക്കെ പങ്കെടുത്ത് പോകുന്ന പോലുണ്ട്. ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് പടം തുടങ്ങുകയും പിന്നീട് അങ്ങോട്ട് പടം നമ്മളെ ഒരു രീതിയിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ടോ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടോ പറ്റത്തില്ലാത്ത രീതിയിൽ ഈ ഒരു പടം മുന്നോട്ട് പോകുന്നുണ്ട്. ശോഭനയുടെ അഭിനയം എടുത്തു പറയേണ്ടതാണ്. കാരണം അത്രയും ഗംഭീരമായിട്ട് ഈ ഒരു സിനിമയിൽ ശോഭന അഭിനയിച്ചിട്ടുണ്ട്. അധികം വലിയ സംഭവങ്ങളൊന്നുമില്ല, അതായത് ചില നോട്ടങ്ങളും നിപ്പുകളും മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ശോഭന അതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്, പക്ഷേ ചില നോട്ടങ്ങൾ, നിപ്പുകൾ, ആ ഒരു ഡയലോഗ് ഡെലിവറി, ഒരൊറ്റ നോട്ടത്തിൽ തിയേറ്ററിൽ ഫുള്ള് കയ്യടി വരുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ശോഭന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നടൻ, അതായത് ചില നടന്മാർ മലയാള സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഇനി ഇങ്ങേരായിരിക്കും ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് മനസ്സിലാകാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മുൻവിധി ഇല്ലാത്ത ഒരു ക്യാരക്ടർ കയറി വരികയാണ്. പിന്നെ ആ പടത്തിനകത്ത് ഫുൾ ഓൺ പുള്ളിയാണ് ഷൈൻ ചെയ്തു പോകുന്നത്. ഷൈൻ ചെയ്യാന്ന് വെച്ചാൽ നിസ്സാര ഷൈനിങ് അല്ല, ഗംഭീര ഷൈനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ഓവർ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ നോട്ടങ്ങളായിക്കോട്ടെ, നിപ്പായിട്ട് ചിരി ആയിക്കോട്ടെ, ഹലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കയറിവരവൊക്കെ ഉണ്ട്. പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. നമ്മളെ ഭയങ്കര രസമായിട്ട് ഈ ഒരു സിനിമ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് ഡെലിവറി ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര നമ്മളിവിടെ പിടിച്ചിരുത്തുന്ന വോയിസ് മോഡുലേഷൻ. ഇദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ ഹച്ചിൻ്റെയൊക്കെ പരസ്യം, പണ്ടത്തെ ഹച്ചിൻ്റെയൊക്കെ പരസ്യം, വോഡാഫോണിൻ്റെയൊക്കെ പരസ്യമൊക്കെ ചെയ്തിരുന്നില്ലേ, ചില മനുഷ്യന്മാരെ പോലുള്ള രൂപങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടുള്ള അങ്ങനത്തെ ഹച്ചിൻ്റെ പരസ്യങ്ങളെ, ഹച്ചിൻ്റെ പട്ടീനെയൊക്കെ കൊണ്ടുവന്ന ഒരു ആളാണ്, ആർട്ട് ഫിലിം മേക്കറാണ് ഇദ്ദേഹം. പക്ഷേ സിനിമയിൽ ഇനിയും തുടർച്ചയായിട്ടുള്ള ഒരുപാട് നല്ല സിനിമകളിൽ അദ്ദേഹം ഭാഗമാകട്ടെ, മലയാള സിനിമയുടെ ഭാഗമാകട്ടെ, ഇപ്പോൾ തന്നെ ആൾക്കാർ അദ്ദേഹത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വില്ലൻ. ലാലേട്ടൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം തേച്ച് മിനുക്കി വെച്ചിരിക്കുന്ന പളുങ്ക് പാത്രമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ അത്രയും വൃത്തിയായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് തിളക്കം കൂടുതലല്ല,
നമുക്കുണ്ടാകുന്ന ആവേശം കൂടുകയാണ്. അദ്ദേഹം എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇമോഷണൽ സീൻസ്, ഓരോരോ സീൻസ്, അതായത് മോഹൻലാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനകത്തിരിക്കുന്ന ഒരു സീനുണ്ട്. അത് വളരെ ഗംഭീരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. തുടരെന്ന് പറയുന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ചിരിക്കുകയും ചെയ്തു, കൈയടിക്കുകയും ചെയ്തു, ഇമോഷണൽ ആകുകയും ചെയ്തു. എന്നാൽ നല്ല ത്രില്ലിംഗ് എലമെൻറ്റും എനിക്ക് സമ്മാനിച്ച ഒരു സിനിമയാണ്. സോ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ബിനു പപ്പൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്. നമ്മുടെ പപ്പുവിൻ്റെ മോനാണ് ബിനു പപ്പനൊക്കെ. ഇതിൻ്റെ അകത്ത് ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അത്രയും അടിപൊളിയായിട്ട്, അത്രയും വേറൊരു തലത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുകയാണ് ഈ ഒരു പടത്തിനകത്തൊക്കെ. നമുക്ക് ചില സമയത്തൊക്കെ അങ്ങ് ഇഷ്ടം തോന്നാത്ത രീതിയിൽ, എന്നാൽ അഭിനയം കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ബിനു പപ്പനൊക്കെ ഈ ഒരു പടത്തിനകത്ത് തുടരും നിറഞ്ഞ സിനിമയിൽ അദ്ദേഹമൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. സോ ജാക്സ് ബിജോയുടെ മ്യൂസിക്കാണ്. ജാക്സ് ബിജോയുടെ മ്യൂസിക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അത്രയും കിടിലുമാണ്. ഈ പടത്തിൻ്റെ എന്തൊരു ചെയ്യലാണ് എന്ന് പറയുന്ന പാട്ട്, എം ജി ശ്രീകുമാർ പാടിയ ഒരു പാട്ട്, ഇത് തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും കിടിലുമായിരുന്നു ആ ഒരു പാട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ. ജാക്സ് ബിജോയുടെ മ്യൂസിക് ഈ ഒരു പടത്തിനകത്ത് ഓവറോൾ ഭയങ്കര ഗംഭീരമായിട്ടുണ്ടായിരുന്നു. മ്യൂസിക് സൈഡ് ഒന്നും പറയാനിട്ടില്ല, നല്ല രസമുള്ള മ്യൂസിക്. പടത്തിനകത്ത് വിഷ്വൽ അത്രയും ഗംഭീരമാണ്. നല്ല രസമായിട്ട് നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിനകത്ത് ലാലേട്ടനെ ചിത്രീകരിക്കുന്നത്, ലാലേട്ടനെ നമ്മൾ പല സിനിമകളിൽ പല മൃഗങ്ങളായിട്ട് താരതമ്യം ചെയ്യാറുണ്ടല്ലോ. ഇതിൻ്റെ അകത്ത് ആനയായിട്ടാണ് ലാലേട്ടനെ കാണിച്ചിരിക്കുന്നത്. ഈ ആനയുടെ ഒരു പോർഷൻസ് കാണിച്ചു തരുന്ന കുറച്ച് വൈഡ് ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്, ഭയങ്കര രസമായിട്ടുണ്ട്. നമുക്കത് ഭയങ്കര ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഷാജി കുമാറാണ് ഈ ഒരു പടത്തിനകത്ത് സിനിമാറ്റോഗ്രാഫി കൈകാരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിഷാദ് യൂസഫാണ് ഈ പടത്തിനകത്ത് എഡിറ്റർ. നമ്മളൊക്കെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും നിഷാദ് യൂസഫാണ് ഈ ഒരു പടത്തിനകത്ത് എഡിറ്റർ എന്ന് കേട്ടപ്പോഴത്തേക്കിന് ഭയങ്കര അതിശയം തോന്നി. കാരണം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇത്രയും സിനിമകളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ പോയത്. ഇപ്പം ജിംഖാന ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പടമാണെങ്കിലും ഇതിനൊക്കെ മുമ്പ് ഇറങ്ങിയ കുറച്ച് നല്ല സിനിമകളൊക്കെ ആണെങ്കിലും അദ്ദേഹമാണ് എഡിറ്റ് ചെയ്തെന്ന് കേട്ടപ്പോഴത്തേക്കിന് ഭയങ്കര അതിശോക്തിയാണ് തോന്നിയിട്ടുള്ളത്. ഇത്രയും അദ്ദേഹം ചെയ്തു വെച്ചുള്ളൂ എന്നുള്ള കാര്യത്തിൽ വിഷ്വൽ പരമായിട്ടും മ്യൂസിക് പരമായിട്ടും ആക്ടിങ് വൈസിലും നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന ഒരുപാട് എലമെന്റുകൾ ഈ ഒരു പടത്തിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പടം നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാനും മാത്രമുണ്ട്. ഒരു മോഹൻലാലിൻ്റെ പണ്ട് കാലത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ആ സിനിമകളിലൊക്കെ നമുക്ക് ഇഷ്ടം തോന്നിയിരുന്ന ഒരു മോഹൻലാലും ഉണ്ടായിരുന്നു. ആ മോഹൻലാലിനെ എവിടെയൊക്കെ വെച്ചിട്ടോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു മോഹൻലാലിൻ്റെ ഇമോഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ, അതായത് തുടരും എന്ന് പറയുന്ന സിനിമയിലൂടെ. ഇനി അങ്ങോട്ട് തുടർന്ന് ഇതുപോലത്തുള്ള നല്ല വേഷങ്ങളൊക്കെ ലാലേട്ടൻ ചെയ്യട്ടെ, അത് കാണാനായിട്ട് നമുക്ക് പറ്റട്ടെ. അതുപോലത്തെ ഒരു സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, വേറൊന്നും പറയാനില്ല. ഗംഭീര പെർഫോമൻസ്, ഗംഭീരമായിട്ടുള്ള മേക്കിംഗ്, ഗംഭീരമായിട്ടുള്ള വിഷ്വൽ രീതികൾ, ഗംഭീരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, ഗംഭീരമായിട്ടുള്ള പാട്ട്, ഇത്രയും ഗംഭീരമാക്കി നമ്മുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ ഈ ഒരു സിനിമ എങ്ങനെ കൊള്ളില്ല എന്ന് അതിനെപ്പറ്റി ഒന്നും പറയാൻ പോലും ഇല്ല, ചിന്തിക്കാൻ പോലും ഇല്ല. ഒരിക്കൽ കൂടി തരുൺ മൂർത്തിക്കും ഒപ്പം എൻ്റെ ടീമിനുള്ള ഒരു ആശംസ പറയുകയാണ്. പടം വേറെ ലെവലാണ്. വേറെ ലെവലാണ്, അത്ര മാത്രമേ പറയാനുള്ളൂ. തിയേറ്ററിൽ തന്നെ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട സിനിമയാണ്. സോ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുന്ന കാര്യം, ഷെയർ ചെയ്യുന്ന കാര്യം, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ആൻഡ് ടേക്ക് കെയർ.